Hi all, welcome to Study in PSC ഡിഗ്രി മെയിൻസ് പ്രീവിയസ് ഇയർ മാത്സ് ക്വസ്റ്റ്യൻസ് ആണ് ഇന്നത്തെ ഈ ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്യുന്നത്. ഈ ക്വസ്റ്റ്യൻസ് 10th ലെവലിനും +2 ലെവലിനും ഡിഗ്രി ലെവലിനും ചോദിക്കാവുന്ന ചോദ്യങ്ങളാണ് ഇതിലുള്ളത്. അപ്പോൾ ഇത് കുറച്ച് ഡീറ്റെയിൽഡ് ആയിട്ടാണ് ഇന്നത്തെ ഈ ക്ലാസ്സിൽ പഠിക്കുന്നത്. ഓക്കെ, ഫസ്റ്റ് ക്വസ്റ്റ്യൻ, ഫൈൻഡ് ദ യൂണിറ്റ് ഡിജിറ്റ് ഓഫ് 4017 റൈസ് ടു 754. സൊല്യൂഷൻ, ഈ സംഖ്യയുടെ ഒറ്റയുടെ സ്ഥാനത്തെ അക്കം ഏതെന്ന് കണ്ടുപിടിക്കണം. ഒറ്റയുടെ സ്ഥാനത്തെ അക്കം കണ്ടുപിടിക്കാനായിട്ട് ട്രിക്കുകളുണ്ട്. അപ്പോൾ അതൊന്ന് നോക്കാം. ഒറ്റയുടെ സ്ഥാനത്തെ അക്കം 0, 1, 5, 6. തന്നിരിക്കുന്ന ക്വസ്റ്റ്യനിലെ സംഖ്യയുടെ ഒറ്റയുടെ സ്ഥാനത്തെ അക്കം 0, 1, 5, 6 വരികയാണെങ്കിൽ ആ സംഖ്യകൾ തന്നെയായിരിക്കും ഒറ്റയുടെ സ്ഥാനത്ത് വരുന്നത്. പവർ ഏത് സംഖ്യ വന്നാലും ഈ സംഖ്യകൾ തന്നെയായിരിക്കും ഒറ്റയുടെ സ്ഥാനത്ത് വരുന്നത്. ഇപ്പോൾ സപ്പോസ് 0 വന്നിട്ടുണ്ടെങ്കിൽ പവർ ഏത് സംഖ്യ വന്നാലും ഒറ്റയുടെ സ്ഥാനത്ത് 0 ആയിരിക്കും. തന്നിരിക്കുന്ന സംഖ്യയിലെ ഒറ്റയുടെ സ്ഥാനത്തെ അക്കം 1 ആണെങ്കിൽ പവർ ഏത് സംഖ്യ വന്നാലും 1 തന്നെയായിരിക്കും ഒറ്റയുടെ സ്ഥാനത്ത് വരുന്നത്. തന്നിരിക്കുന്ന സംഖ്യയിലെ ഒറ്റയുടെ സ്ഥാനത്തെ അക്കം 5 ആണെങ്കിൽ പവർ ഏത് സംഖ്യ വന്നാലും 5 ആയിരിക്കും ഒറ്റയുടെ സ്ഥാനത്ത് വരുന്നത്. തന്നിരിക്കുന്ന സംഖ്യയിലെ ഒറ്റയുടെ സ്ഥാനത്തെ അക്കം 6 ആണെങ്കിൽ പവർ ഏത് സംഖ്യ വന്നാലും ഒറ്റയുടെ സ്ഥാനത്ത് വരുന്നത് 6 തന്നെ ആയിരിക്കും. ഓക്കെ, 0 മുതൽ 9 വരെ 10 സംഖ്യകളാണ് ഉള്ളത്. അപ്പോൾ ഈ 4 സംഖ്യകളുടെ കാര്യം അങ്ങ് കഴിഞ്ഞു. ഇനിയുള്ളതാണ് 2, 3, 4, 7, 8, 9. ഇത് ഒറ്റയുടെ സ്ഥാനത്ത് വന്നു കഴിഞ്ഞാൽ പവർ ഏത് സംഖ്യ വന്നാലും എങ്ങനെയാണ് ചെയ്യുന്നതെന്നാണ് ഇനി പഠിക്കുന്നത്. ഓക്കെ, അപ്പോൾ ഇവിടെ ആദ്യം ഈ ക്വസ്റ്റിൻ്റെ ആൻസർ ഒന്ന് പറയാം. ഇവിടെ തന്നിട്ടുള്ള ചോദ്യം ഇതാണ്, 4017 റൈസ് ടു 754. അപ്പോൾ ഇവിടെ തന്നിട്ടുള്ള ഈ സംഖ്യയിലെ ഒറ്റയുടെ സ്ഥാനത്തെ അക്കം 7 ആണ്. അപ്പോൾ ഇത് ചെയ്യേണ്ടത്, ഈ പവറിനെ 4 കൊണ്ട് ഡിവൈഡ് ചെയ്യുക ആദ്യം. അപ്പോൾ ഇവിടെ പവറിനെ 4 കൊണ്ട് ഡിവൈഡ് ചെയ്യുക. പവർ 754/4. 4 1 4, ഇതിനകത്ത് 2. ശിഷ്ടം, ഇവിടെ ശിഷ്ടം വരുന്നത് 2 ആണ്. ഇനി ചെയ്യേണ്ടത് എന്താണെന്നറിയോ, ഈ തന്നിരിക്കുന്ന ഒറ്റയുടെ സ്ഥാനത്തെ അക്കം ഇവിടെ 7 ആണ്. ഈ 7 എഴുതുക, 7ൻ്റെ പവറായിട്ട് ഈ ശിഷ്ടം കൊടുക്കുക. അപ്പോൾ ഇവിടെ 7² ആകുമ്പം ഇതിൻ്റെ ഒറ്റയുടെ സ്ഥാനത്തെ അക്കം വരുന്നത് 9 ആയിരിക്കും. അപ്പോൾ ഇവിടുത്തെ ആൻസർ ഓപ്ഷൻ സി 9 ആണ്. അപ്പോൾ ഈ ടൈപ്പ് പ്രോബ്ലം, അതായത് ഈ 2, 3, 4, 7, 8, 9 ഇത് തന്നിരിക്കുന്ന സംഖ്യയിലെ ഒറ്റയുടെ സ്ഥാനത്ത് വരികയാണെങ്കിൽ ചെയ്യേണ്ടത്, ഈ പവറിനെ 4 കൊണ്ട് ഡിവൈഡ് ചെയ്യുക. അപ്പം കിട്ടുന്ന ശിഷ്ടം നോക്കുക, അത് ഇതിൻ്റെ പവറായിട്ട് കൊടുക്കുക. അപ്പോൾ ഒരു സംഖ്യനെ 4 കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പം റിമൈൻഡർ, അതായത് ശിഷ്ടം വരുന്നത് 0, 1, 2, 3 ആയിരിക്കും. ഇവിടെ ഒരു കാര്യം പ്രത്യേകം ശ്രദ്ധിക്കാനുണ്ട്. റിമൈൻഡർ, അതായത് ശിഷ്ടം 1, 2, 3 വരികയാണെങ്കിൽ അത് ഈ ഒറ്റയുടെ സ്ഥാനത്തെ അക്കത്തിന് പവറായിട്ട് കൊടുക്കാം. 0 വരുവാണെങ്കിൽ, അതായത് റിമൈൻഡർ 0 വരുവാണെങ്കിൽ ഒരു കാര്യം പ്രത്യേകം ശ്രദ്ധിക്കണം, ഈ തന്നിരിക്കുന്ന സംഖ്യയിലെ ഒറ്റയുടെ സ്ഥാനത്തെ അക്കത്തിന് പവറായിട്ട് കൊടുക്കേണ്ടത് 4 ആണ്. അത് പ്രത്യേകം ഓർത്ത് വെച്ചോണം. ഓക്കെ, അപ്പോൾ ഞാൻ അതുപോലത്തെ ഒരു എക്സാമ്പിൾ ചെയ്ത് കാണിക്കാം. ഇപ്പോൾ സപ്പോസ് 122 റൈസ് ടു 20 ആണ്. ഇതിൻ്റെ ഒറ്റയുടെ സ്ഥാനത്തെ അക്കം കണ്ടുപിടിക്കണം. അപ്പോൾ ഇതിൻ്റെ ഒറ്റയുടെ സ്ഥാനത്തെ അക്കം എന്ന് പറയുന്നത് ഈ സംഖ്യകളിൽ ഒന്നാണ്, അതായത് 2 വന്നിരിക്കുന്നത്. അപ്പോൾ എന്താ ചെയ്യേണ്ടത്, ഈ 2 ഇവിടെ അങ്ങ് എഴുതുക. ഇതിൻ്റെ പവർ, ഈ 20നെ 4 കൊണ്ട് ഹരിച്ചാൽ ശിഷ്ടം 0 ആയിരിക്കും. ശിഷ്ടം 0 ആണെങ്കിൽ, അതായത് ശിഷ്ടം 0 വന്നു കഴിഞ്ഞാൽ ഇതിൻ്റെ പവറായിട്ട് കൊടുക്കേണ്ടത് 4. അപ്പോൾ 2 റൈസ് ടു 4 നോക്കുക, ഇതിൻ്റെ ഒറ്റയുടെ സ്ഥാനത്തെ അക്കം. അപ്പോൾ ഇവിടെ 2 റൈസ് ടു 4 എന്ന് പറയുമ്പം 2 × 2 × 2 × 2, 2 2 4, 4 4 16, 6 വരും. അപ്പോൾ ഇതിൻ്റെ ഒറ്റയുടെ സ്ഥാനത്തെ അക്കം 6 ആയിരിക്കും. ഓക്കെ, കുറച്ച് എക്സാമ്പിളും കൂടെ ജസ്റ്റ് ഒന്ന് നോക്കാം.
623 അപ്പോൾ ഇവിടെ തന്നിരിക്കുന്ന സംഖ്യയിലെ ഒറ്റയുടെ സ്ഥാനത്തെ അക്കം 3ആണ്. 3 എടുത്തെഴുതി. ഇനി ഈ പവറിനെ 4 കൊണ്ട് ഡിവൈഡ് ചെയ്യണം. 39നെ 4 കൊണ്ട് ഡിവൈഡ് ചെയ്താൽ 4 9 36, റിമൈൻഡർ ശിഷ്ടം 3 വരും. അതിവിടെ പവറായിട്ട് കൊടുക്കുക. അപ്പോൾ ഇത് 3 ക്യൂബ് എന്ന് പറയുമ്പം 7 ആയിരിക്കും ഒറ്റയുടെ സ്ഥാനത്ത് വരുന്നത്. അപ്പോൾ ഇതിൻ്റെ യൂണിറ്റ് പ്ലേസിൽ 7 വരും. ഇനി ഒരു 729 ഇവിടുത്തെ ഒറ്റയുടെ സ്ഥാനത്തേക്ക് 9. അപ്പം 9 എടുത്തെഴുതി. ഇനി ഈ പവറിനെ 4 കൊണ്ട് ഡിവൈഡ് ചെയ്യണം. 58നെ 4 കൊണ്ട് ഡിവൈഡ് ചെയ്താൽ 4 1 4 18 വരും. അപ്പം 4 4 16, ശിഷ്ടം വരുന്നത് 2. റിമൈൻഡർ 2 വരുമ്പോൾ ഇതിവിടെ പവറായിട്ട് കൊടുക്കുക. അപ്പോൾ എന്ത് വരും? 9² ആണെങ്കിൽ യൂണിറ്റ് പ്ലേസിൽ വരുന്നത് 1 ആയിരിക്കും. ഓക്കെ, അടുത്തത് 98/4. 98/4 ആകുമ്പം എന്ത് വരും? ഒറ്റയുടെ സ്ഥാനത്തേക്ക് 8ആണ്. പവർ എന്താ വന്നിരിക്കുന്നത്? 4. 4 എന്ന് പറയുമ്പോൾ 4നെ 4 കൊണ്ട് ഹരിച്ചാൽ എന്താ വരുന്നത്? റിമൈൻഡർ 0 ആയിരിക്കും അല്ലേ? അപ്പോൾ എന്താ റിമൈൻഡർ 0 വന്നു കഴിഞ്ഞാൽ എന്താ ചെയ്യേണ്ടത്? 4 ആയിരിക്കും പവറായിട്ട് കൊടുക്കേണ്ടത്. അപ്പോൾ 8/4 കൊടുക്കാം. 8/4 കൊടുക്കുമ്പം 8 × 8 × 8 × 8. അപ്പോൾ ഇത് എത്ര വരും? 8 8 64. 8 8 64. 4 × 4 6 ആയിരിക്കും ഇവിടുത്തെ യൂണിറ്റ് പ്ലേസിൽ വരുന്നത്. ഓക്കെ, അടുത്തത് ഒരു എക്സാമ്പിളും കൂടി ഒന്ന് നോക്കാം. 98/42. ഇതിൻ്റെ വരുന്നത് ഒറ്റയുടെ സ്ഥാനത്തെ അക്കം ഇവിടെ 8ആണ് വരുന്നത്. 42നെ 4 കൊണ്ട് ഡിവൈഡ് ചെയ്താൽ റിമൈൻഡർ വരുന്നത് 2. അപ്പോൾ 8² ആകുമ്പം യൂണിറ്റ് പ്ലേസിൽ വരുന്നത് 4 ആയിരിക്കും. ഓക്കെ, അപ്പോൾ ഇതിങ്ങനെയാണ് ചെയ്യുന്നത് കേട്ടോ. Question: 2 trains are traveling towards each other from Thiruvananthapuram and Kollam. Train P departs Thiruvananthapuram at 4 p.m. and arrives in Kollam at 5 p.m. Meanwhile, train Q leaves Kollam at the same time 4 p.m. and reaches Thiruvananthapuram by 5:30 p.m. At what time will the 2 trains meet on their respective journeys? Solution: ഈ ചോദ്യത്തിൻ്റെ അർത്ഥം ഇതാണ്. ഇവിടെ 2 ട്രെയിനുകളുണ്ട്. ഒരു ട്രെയിനായ P 4 p.m. തിരുവനന്തപുരത്ത് നിന്ന് പുറപ്പെട്ട് 5 p.m. കൊല്ലത്തെത്തും. Q എന്ന ട്രെയിന് കൊല്ലത്തുനിന്ന് 4 p.m. പുറപ്പെട്ട് 5:30 p.m. തിരുവനന്തപുരത്ത് എത്തിച്ചേരും. ഇങ്ങനെയാണെങ്കിൽ ഈ 2 ട്രെയിനുകളും എപ്പോഴാണ് കണ്ടുമുട്ടുന്നത് അല്ലെങ്കിൽ എപ്പോഴാണ് പരസ്പരം കടന്നു പോകുന്നത്? ആ സമയമാണ് ഇവിടെ കണ്ടുപിടിക്കേണ്ടത്. ഈ ക്വസ്റ്റ്യൻ കാണുമ്പോൾ കുറച്ച് ഡിഫിക്കൽട്ടായിട്ട് തോന്നും, പക്ഷേ ഇത് ചെയ്യാൻ ഒരു സിമ്പിൾ ഫോർമുലയുണ്ട്. ഫോർമുല ഇതാണ്: they will meet at, ഫോർമുല ഇതാണ്, T1 plus T2 minus T1 into T4 minus T1 divided by T2 minus T1 plus T4 minus T3. ഇവിടെ T1 എന്ന് വെച്ചാൽ ഫസ്റ്റ് ട്രെയിൻ പുറപ്പെട്ട സമയമാണ്. അതിവിടെ 4 p.m. T2 ഫസ്റ്റ് ട്രെയിന് എത്തിച്ചേർന്ന സമയം, അതിവിടെ 5 p.m. T3 സെക്കൻഡ് ട്രെയിന് പുറപ്പെട്ട സമയം, അതിവിടെ 4 p.m. T4 സെക്കൻഡ് ട്രെയിന് എത്തിച്ചേർന്ന സമയം, അതിവിടെ 5:30 p.m. ഇനി വാല്യൂ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കൊടുക്കാം. T1 4 പ്ലസ് T2 മൈനസ് T1
5 മൈനസ് 4 ഇൻറ്റു T4 മൈനസ് T1 530 മൈനസ് 4 ഡിവൈഡഡ് ബൈ T2 മൈനസ് T1 5 മൈനസ് 4 പ്ലസ് T4 മൈനസ് T3 530 മൈനസ് 4 ഈക്വൽ ടു 4 പ്ലസ് 5 മൈനസ് 4 1 ഇൻറ്റു 530 മൈനസ് 4 1.5 ഡിവൈഡഡ് ബൈ 5 മൈനസ് 4 1 പ്ലസ് 530 മൈനസ് 4 1.5. അപ്പോൾ ഇത് 4 പ്ലസ് 1 ഇൻറ്റു 1 ഇൻറ്റു 1.5 1.5 ഡിവൈഡഡ് ബൈ 1 പ്ലസ് 1.5 2.5 ഈക്വൽ ടു 4 പ്ലസ് പോയിൻ്റ് മാറ്റാം, അതിന് ന്യൂമറേറ്ററിലും ഡിനോമിനേറ്ററിലും 10 കൊണ്ട് ഗുണിക്കുക. അപ്പോൾ ഇത് 15 ബൈ 25 5 കൊണ്ട് വെട്ടാം. അപ്പം 5 3 15 5 5 25 4 പ്ലസ് 5 3. അപ്പോൾ ഇവിടെ 4 5 3 മണിക്കൂറിലാണ് ഇത് തമ്മിൽ മീറ്റ് ചെയ്യുന്നത്. അപ്പോൾ ഇവിടെ ഈ 4 5 3 മണിക്കൂറാണ്. അപ്പോൾ ഇവിടെ തന്നിരിക്കുന്ന ഓപ്ഷൻ വെച്ചിട്ട് ഈ 5 3 മണിക്കൂറിനെ ഒന്ന് മിനിറ്റിലോട്ട് കൺവേർട്ട് ചെയ്യണം. മണിക്കൂറിനെ മിനിറ്റിലോട്ട് കൺവേർട്ട് ചെയ്യാനായിട്ട് 60 കൊണ്ട് ഗുണിക്കണം. അപ്പോൾ ഇവിടെ ഈ 5 3 മണിക്കൂറിനെ മിനിറ്റിലോട്ട് കൺവേർട്ട് ചെയ്യാൻ 60 കൊണ്ട് ഗുണിക്കുന്നു. 5 12 60 12 3 36. ഓക്കെ, അപ്പോൾ ഇത് 4 മണി 36 മിനിറ്റ് എന്നായി. അതായത് 4:36 PM. ഇതാണ് ആൻസർ, ഓപ്ഷൻ ബി. The age of a man after 18 years is 4 times the age of that man 18 years before his present age is. Solution. ഈ ചോദ്യത്തിൻ്റെ അർത്ഥം ഇതാണ്: ഒരാളുടെ 18 വർഷത്തിന് ശേഷമുള്ള പ്രായം അയാളുടെ 18 വർഷത്തിന് മുമ്പുള്ള പ്രായത്തിൻ്റെ 4 മടങ്ങാണ് എങ്കിൽ അയാളുടെ ഇപ്പോഴത്തെ വയസ്സ് എത്രയെന്നാണ് കണ്ടുപിടിക്കേണ്ടത്. ഇത് ട്രിക്ക് യൂസ് ചെയ്ത് വേഗം കണ്ടുപിടിക്കാം. ഇവിടെ ആഫ്റ്ററും ബിഫോറും ആണ് വന്നിട്ടുള്ളത്. ആഫ്റ്റർ ആൻഡ് ബിഫോർ വന്നിട്ടുണ്ടെങ്കിൽ അത് രണ്ടും കൂടെ ആഡ് ചെയ്യുക. അപ്പോൾ ഇവിടെ ആഫ്റ്റർ 18 ഇയേഴ്സും ബിഫോർ 18 ഇയേഴ്സും ആണ്. അപ്പോൾ ഇത് 18 പ്ലസ് 18 36. ഇതിങ്ങനെ എഴുതുക. എന്നിട്ട് ഇവിടെ 18 വർഷത്തിന് ശേഷമുള്ള പ്രായം 18 വർഷത്തിന് മുമ്പുള്ള പ്രായത്തിൻ്റെ 4 ടൈംസ് ആണ്, അതായത് 4 മടങ്ങാണെന്ന്. അപ്പോൾ ഇത് 1:4 എന്ന് വരും. അതായത് 18 വർഷം മുമ്പ് 1 ആണെങ്കിൽ 18 വർഷത്തിന് ശേഷം 4. അതായത് എക്സ് ആണെങ്കിൽ 18 വർഷം മുമ്പ് എക്സ് ആണെങ്കിൽ 18 വർഷത്തിന് ശേഷം 4x ആയിരിക്കും. ഓക്കെ, ഇത് എക്സും 4xും എടുക്കുക. എന്നിട്ട് ഇതിൻ്റെ ഡിഫറൻസ് എടുക്കുക. ഇതിൻ്റെ ഡിഫറൻസ്, അതായത് 4x മൈനസ് എക്സ്, അതായിരിക്കും ഇത് ഈ 36. അപ്പോൾ ഇവിടെ 4x മൈനസ് എക്സ് 3x is equal to 36. Therefore, x is equal to 36/3 12. ഓക്കെ, അപ്പോൾ ഇനി എക്സിൻ്റെ വാല്യൂ ഇവിടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക. എക്സ് ഇവിടെ 12, 4xലാകുമ്പം 4 × 12 is equal to 12:48. ഓക്കെ, അപ്പം ഇയാളുടെ പ്രായം 18 വർഷത്തിന് മുമ്പ് 12ഉം 18 വർഷത്തിന് ശേഷം 48ഉമാണ്. എങ്കിൽ അയാളുടെ ഇപ്പോഴത്തെ പ്രായം എന്ന് വെച്ചാൽ ഇവിടെ ഈ 12 കൊടുക്കുവാണെങ്കിൽ 12 പ്ലസ് 18 30 വരും. അല്ലെങ്കിൽ 48 വെച്ച് നോക്കുവാണെങ്കിൽ 48 മൈനസ് 18 30 വരും. എങ്ങനെ നോക്കിയാലും കറക്റ്റ് ആൻസർ തന്നെ കിട്ടുന്നുണ്ട്. 30 ഇയാളുടെ ഇപ്പോഴത്തെ പെർസെൻറ്റേജ്. ഓക്കെ, ഇതാണ് ട്രിക്ക് യൂസ് ചെയ്തിട്ടുള്ള മെത്തേഡ്. സാധാരണ പ്രോപ്പർ മെത്തേഡും കൂടി ഒന്ന് പറയാം. ഓക്കെ, ഈ ഒരു കോൺസെപ്റ്റ് ചിലപ്പോൾ ചിലർക്ക് മനസ്സിലായില്ലെങ്കിലോ, അതുകൊണ്ടാണ്. ഇതാണ് എളുപ്പം.
ഇവിടെ ഒരാളുടെ ഇപ്പോഴത്തെ ഏജ് എക്സ് ആയിട്ടെടുത്താൽ 18 വർഷം മുമ്പുള്ള ഏജ്, അതായത് എക്സ് മൈനസ് 18 ഡിവൈഡഡ് ബൈ 18 വർഷത്തിന് ശേഷമുള്ള വയസ്സ് എക്സ് പ്ലസ് 18. 4 ടൈംസ് ആണെന്നാണ് പറഞ്ഞിരിക്കുന്നത്. 18 വർഷത്തിന് മുമ്പുള്ള വയസ്സിൻ്റെ 4 മടങ്ങാണ് 18 വർഷത്തിന് ശേഷം. അപ്പോൾ ഇത് 1:4 എന്ന് വരുമല്ലോ. അപ്പോൾ 18 വർഷത്തിന് മുമ്പ് 1 ആണെങ്കിൽ 18 വർഷത്തിന് ശേഷം അതിൻ്റെ 4 ഇരട്ടിയാവും. അപ്പോൾ ഇത് 1/4 എന്ന് വരും. ഇനി ഇത് ക്രോസ് മൾട്ടിപ്ലിക്കേഷൻ ചെയ്യുക, എക്സിൻ്റെ വാല്യൂ കണ്ടുപിടിക്കുക. അതായിരിക്കും പ്രസൻറ്റ് ഏജ്. അപ്പോൾ ഇവിടെ എക്സ് മൈനസ് 18 ഇൻറ്റു 4 ഈസ് ഈക്വൽ ടു എക്സ് പ്ലസ് 18 ഇൻറ്റു 1. അപ്പോൾ ഇത് 4x മൈനസ് 18 ഇൻറ്റു 4 72 ഈസ് ഈക്വൽ ടു എക്സ് ഇൻറ്റു 1 എക്സ്, 18 ഇൻറ്റു 1 18. അപ്പോൾ ഇത് 4x മൈനസ് എക്സ് ഈസ് ഈക്വൽ ടു 18 പ്ലസ് 72. 18 പ്ലസ് 72 90. അപ്പോൾ ഇവിടെ 4x മൈനസ് എക്സ് 3x ഈസ് ഈക്വൽ ടു 90. ദെർഫോർ എക്സ് ഈസ് ഈക്വൽ ടു 90/3 30. 30 വയസ്സാണ് പ്രസൻറ്റ് ഏജ്. ആൻസർ ഓപ്ഷൻ ഡി. ഇങ്ങനെയും കണ്ടുപിടിക്കാം. ഓക്കെ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. എ ക്യാൻ കംപ്ലീറ്റ് എ ടാസ്ക് ഇൻ 10 days while B can finish it in 15 days. If they work together, how long will it take them to complete the task? Solution. ഈ ചോദ്യത്തിൻ്റെ അർത്ഥം ഇതാണ്. എ ഒരു ജോലി 10 ദിവസം കൊണ്ടും ബി അതേ ജോലി 15 ദിവസം കൊണ്ടും ചെയ്തു തീർക്കുമെങ്കിൽ എയും ബിയും കൂടി ആ ജോലി എത്ര ദിവസം കൊണ്ട് ചെയ്തു തീർക്കും? ഇതാണ് ഇവിടെ കണ്ടുപിടിക്കേണ്ടത്. ഇത് കണ്ടുപിടിക്കാനുള്ള ഫോർമുലയാണ് എയും ബിയും ചേർന്ന് ആ ജോലി പൂർത്തിയാക്കുന്നത് എക്സ് വൈ ബൈ എക്സ് പ്ലസ് വൈ ദിവസം കൊണ്ടായിരിക്കും. എക്സ് വൈ ബൈ എക്സ് പ്ലസ് വൈ. ഇവിടെ എക്സ് 10 എടുക്കുക, വൈ 15 എടുക്കുവാണ്. വാല്യൂ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുകയാണ്. 10 ഇൻറ്റു 15 ഡിവൈഡഡ് ബൈ 10 പ്ലസ് 15. 10 ഇൻറ്റു 15 150. 10 പ്ലസ് 15 25. വെട്ടാം. 25 6 150. 6 days ആണ് ആൻസർ. ഓപ്ഷൻ എ. ലാസ്റ്റ് ക്വസ്റ്റ്യൻ. ഫൈൻഡ് ദ മിസ്സിംഗ് ടേം ഇൻ ദി സീരീസ് 428 840 3360 10,080 20,000 160. സൊല്യൂഷൻ. ഈ സീരീസിലെ മിസ്സിംഗ് ടേം ഏതെന്ന് കണ്ടുപിടിക്കണം. അപ്പോൾ ഇവിടെ 20,160 ഡിവൈഡഡ് ബൈ 10,080. അപ്പോൾ ഇവിടെ 10 2 20 82 160. അപ്പോൾ ഇവിടെ 20,160നെ 10,080 കൊണ്ട് ഡിവൈഡ് ചെയ്താൽ 2 കിട്ടും. ഇങ്ങനെ ചിന്തിക്കാൻ പറ്റാത്തവരൊന്ന് ചെയ്ത് നോക്കിക്കോണേ. ഓക്കെ. 10,080 ഡിവൈഡഡ് ബൈ 3,360 ഈസ് ഈക്വൽ ടു 0 0 വെട്ടി. അപ്പോൾ ഇനി 336 ഇൻറ്റു 3. 6 3 18 ശിഷ്ടം 1 33 3 99 1 100. ഓക്കെ. അപ്പോൾ ഇവിടെ 10,080നെ 3,360 കൊണ്ട് ഡിവൈഡ് ചെയ്താൽ 3 കിട്ടും. അടുത്തത് 3,360 ഡിവൈഡഡ് ബൈ 840. 0 0 വെട്ടി. 84 ഇൻറ്റു 4 ഒന്ന് നോക്കാം. 4 4 16 ശിഷ്ടം 1 4 8 32 1 33. അപ്പോൾ ഇവിടെ 3,360നെ 840 കൊണ്ട് ഡിവൈഡ് ചെയ്താൽ 4 കിട്ടും. അപ്പോൾ ഇത് വന്നിട്ടുള്ളത്, ഈ സീരീസ് വന്നിട്ടുള്ളത് ഇവിടെ 2 കൊണ്ട് ഡിവൈഡ് ചെയ്തു, ഇവിടെ 3 കൊണ്ട് ഡിവൈഡ് ചെയ്തു, ഇവിടെ 4 കൊണ്ട് ഡിവൈഡ് ചെയ്തു,
അപ്പോൾ ഇനി ഇവിടെ 5 കൊണ്ട് ഡിവൈഡ് ചെയ്യണം. അതായത് 840നെ 5 കൊണ്ട് ഡിവൈഡ് ചെയ്യുക. അപ്പോൾ ഇത് 16 5 80 40 എന്ന് പറയുമ്പോൾ 5 8 40 168. അപ്പോൾ ഇവിടെ 840നെ 5 കൊണ്ട് ഡിവൈഡ് ചെയ്താൽ 168 കിട്ടും. 168 ഇവിടുത്തെ ആൻസർ, ഓപ്ഷൻ ബി. ഇനി ഞാൻ ജസ്റ്റ് ഇതും കൂടെ ഒന്ന് പറയാം. നിങ്ങൾ എക്സാമിന് ആൻസർ കിട്ടിക്കഴിഞ്ഞാൽ ബാക്കിയുള്ള ടൈംസ് വെറുതെ ചെയ്ത് സമയം വേസ്റ്റ് ആക്കരുതേ. ഇവിടെ ഇനിയിപ്പോൾ 5 കൊണ്ട് ഡിവൈഡ് ചെയ്താൽ ഇനി ചെയ്യേണ്ടത് 6 കൊണ്ട് ഡിവൈഡ് ചെയ്യണം. അപ്പോൾ ഇവിടെ 168 ഡിവൈഡഡ് ബൈ 6. 6 2 12 6 8 48 28 വരും. ഇനി ഇവിടെ ചെയ്യേണ്ടത് 7 കൊണ്ട് ഡിവൈഡ് ചെയ്യണം. അപ്പോൾ 28 ബൈ 7 4 കിട്ടും. ഓക്കെ, അപ്പോൾ ഇവിടുത്തെ ആൻസർ ഓപ്ഷൻ ബി 168. ഓക്കെ, നിങ്ങൾക്ക് ഈ ചാനൽ ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യണം, സപ്പോർട്ട് ചെയ്യണം. താങ്ക്